പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർച്ച ചെയ്ത സംഭവത്തിലെ പ്രതികളെ വേഗത്തിൽ പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർച്ചന്റ് അസോസിയേഷന്റെയും ഓൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. പോലീസ് മേധാവികളും സഹപ്രവർത്തകരുമടക്കം 38 പേരെയാണ് അനുമോദിച്ചത്. ഈ ആദരവ് തങ്ങളുടെ സേവനത്തിന് വലിയ പ്രചോദനമാണെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. നവംബർ 21 രാത്രിയിലാണ് പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമകളെ ആക്രമിച്ച് സ്വർണം കവർന്നത്. കവർച്ച നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ കേസിലെ 4 പ്രതികളെ പോലീസ് പിടികൂടി. നഷ്ടപ്പെട്ട സ്വർണത്തിൽ ഏറിയൊരു ഭാഗം കണ്ടെത്തുകയും പിന്നീട് 11 പ്രതികളെയും കൂടി വേഗത്തിൽ പിടികൂടുകയും ചെയ്തു. പ്രതികളെ ദ്രുതഗതിയിൽ പിടികൂടി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന പോലീസ് മേധാവികളെയും സഹപ്രവർത്തകരെയും പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷന്റെയും ആൾ കേരള ഗോൾഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അനുമോദിച്ചു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു. എല്ലാ കച്ചവടക്കാർക്കും സമാധാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ നടന്നത്. അത്രയും വലിയ ഒരു സാഹസമാണ് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പെരിന്തൽമണ്ണ പോലീസ് ബഹുമാനപ്പെട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു എന്ന് എല്ലാം നമുക്ക് മനസ്സിലായാലാണ്. കാലത്ത് നമ്മളെല്ലാം ചെല്ലുമ്പോഴും അതിൽപ്പെട്ട 4 ആളുകളെ സ്റ്റേഷനുള്ളിൽ അകത്താക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത, അത് വല്ലാത്തൊരു വാർത്ത തന്നെയായി, അത് പറയാതിരിക്കാൻ കഴിയും. ഏതായാലും അങ്ങനെ ഒരു സാഹസം നടത്തി ഈ കച്ചവടക്കാർക്ക് സമാധാനം നൽകി അതിൻ്റെ ഉടമസ്ഥനും ഭൂരിഭാഗം സ്വർണവും പിടിച്ചെടുത്ത് നൽകിയ ഒരു പോലീസിനെ ആദരിക്കുക എന്നുള്ളത് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വമാണ്. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു അനുമോദന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സേനയാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ വേഗത്തിൽ പിടികൂടിയത്. ഡിവൈഎസ്പി TK ഷൈജു, പോലീസ് ഇൻസ്പെക്ടർമാരായ സുമേഷ് സുധാകരൻ, ദീപകുമാർ, സംഗീത് പുനത്തിൽ, ബിജു PR, സബ് ഇൻസ്പെക്ടർമാരായ N റിഷാദ് അലി, ഷാവുൽ ഹമീദ്, CP സന്തോഷ്, ജയേഷ്, പ്രദീപ്, രാജശേഖരൻ, സജീഷ് തുടങ്ങിയ 38 സേനാംഗങ്ങളെയാണ് അനുമോദിച്ചത്. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ദൗത്യമായിരുന്നു ഇതെന്ന് ഡിവൈഎസ്പി TK ഷൈജു പറഞ്ഞു. വ്യക്തമായ അന്വേഷണത്തിലൂടെയും എല്ലാവരുടെയും കൃത്യമായ പ്രവർത്തനത്തിലൂടെയുമാണ് പ്രതികളെ പിടികൂടാനായത്. ശേഷിക്കുന്ന പ്രതികളെയും കൂടി പിടികൂടുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. 3-4 ടീമായിട്ടായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ SP ഒരു ടീമിനുണ്ടാക്കുന്നു ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും, അതും ഓരോ CIമാരുടെ നേതൃത്വത്തിൽ. അങ്ങനെ ഓരോ ടീമായിട്ട് 3-4 ടീമുകളായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഏറ്റവും ഞങ്ങൾക്ക് കുറച്ച് ഈസി ആയത് അന്ന് രാത്രി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, DIG എല്ലാ വാഹനങ്ങളും എല്ലാ ജില്ലയിലും വെഹിക്കിൾ ചെക്കിങ് അന്ന് രാത്രി ടൈറ്റാക്കി. എല്ലാ വാഹനങ്ങളും ഇത് പിടിച്ച പ്രതികൾ പോലും പറഞ്ഞു. കാരണം എല്ലായിടത്തും വെഹിക്കിൾ ചെക്കിങ് ആയിരുന്നു. പ്രതികൾ മാത്രമല്ല, നമ്മുടെ പോലീസ് ഓഫീസേഴ്സ് വന്നിവിടുന്ന് പലരും ബോർഡറിലൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ടീം പോകുമായിരുന്നു. അവരെ പോലും എല്ലായിടത്തും പാലക്കാടായാലും തൃശ്ശൂരായാലും ചെക്ക് ചെയ്യാതെ, പ്രത്യേകിച്ച് വൈറ്റ് കളറിലുള്ളൊരു വണ്ടി ചെക്ക് ചെയ്യാതെ പോയിട്ടില്ല. അപ്പം അത്രയും എല്ലാവരും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെ അന്ന് പുലർച്ചെ വാഹനം പിടിക്കുന്നു, അതിൽ 4 ആളെ കിട്ടുന്നു, അതൊരു ലീഡായിരുന്നു ഞങ്ങൾക്ക്. അതിൽ നിന്ന് പോയിട്ടാണ് പിന്നീട് നമുക്ക് ബാക്കിയുള്ള ഡിറ്റക്ഷൻ ചലഞ്ചിങ് തന്നെയായിരുന്നു. എങ്കിൽ പോലും ദീപകുമാറിൻ്റെയൊക്കെ എന്താ പറയുക, ഒരു സമയോചിതമായ ഇടപെടലും ഇതിൽ റിക്കവറി കിട്ടാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ പോയിട്ടുള്ളത്, അങ്ങനെ എല്ലാവരും ഇതിലുണ്ടായിരുന്ന എല്ലാവരും, ഈ ടീമിലുണ്ടായിരുന്ന എല്ലാവരും വളരെ ആക്റ്റീവായിട്ട്. വ്യാപാരികൾ നൽകിയ ഈ ആദരവ് തങ്ങളുടെ സേവനത്തിൽ ഏറ്റവും വലിയ പ്രചോദനമാകുമെന്നും ഡിവൈഎസ്പി കൂട്ടിച്ചേർത്തു. പെരിന്തൽമണ്ണ വ്യാപാര ഭവനിലാണ് അനുമോദന ചടങ്ങ് നടന്നത്. AKG SMA ജില്ലാ പ്രസിഡന്റ് ഏർബാദ് അസീസ്, ജനറൽ സെക്രട്ടറി AK അക്ബർ, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CP മുഹമ്മദ് ഇക്ബാൽ, മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാംപുരം, ഐമു ഹാജി, കീഴ്ശ്ശേരി മുസ്തഫ, സെയ്ദ് അലവി, ലത്തീഫ് ടാലന്റ്, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, ലിയ കത്തലിഖാൻ, വാര്യർ എസ്ദാസ്, KP ഉമ്മർ, ജമീല ഇസുദ്ദീൻ, ഗഫൂർ വള്ളൂരൻ,
ഹാരിസ് ഇന്ത്യൻ, ഷൈജൽ ഒമർ ഷെരീഫ്, കാജ മൊഹീദ്ദീൻ, ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.